ഈ ഒരു അനുഭവം നിങ്ങളുടെയും എൻ്റെയും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ്. ചില സമയത്ത് നമ്മൾ നിസ്സഹായരായി പോവും. ആ സമയത്ത് നമുക്ക് വിളിക്കാൻ കണ്ണനെ മാത്രമേ ഉണ്ടാവുള്ളൂ. കർണാടകയിൽ നിന്നാണ് അയച്ചു തന്നത്. വേഗം വായിക്കാം, കേൾക്കാം അല്ലേ? എല്ലാവരും ഇലക്ഷനല്ലേ, തിരക്കൊക്കെ ഉണ്ടാവും. നമസ്കാരം ശ്രീകാന്തേട്ടാ. എൻ്റെ പേര് ചൈതന്യ ചൈതന്യ എന്നാണ്. ഞാൻ ടീച്ചറായി കർണാടകയിൽ CBSE ഹയർ സെക്കൻഡറി സ്കൂളിൽ വർക്ക് ചെയ്യാണ്. എൻ്റെ മകള് ഇവിടെ KV സ്കൂളിൽ 12th പഠിക്കുന്നത്. എന്നെ ഈ ത്രിമധുരം ഗ്രൂപ്പിൽ കത്തെഴുതാൻ പ്രേരണയായത് കണ്ണൻ എനിക്ക് നൽകുന്ന കോൺഫിഡൻസും കെയറുമാണ്. ചേട്ടാ, ഞാനും എൻ്റെ മോളും മാത്രമാണ് ബാംഗ്ലൂർ താമസം. എൻ്റെ ഹസ്ബൻഡ് 8 വർഷമായിട്ട് സ്ട്രോക്ക് വന്ന് നാട്ടിൽ ട്രീറ്റ്മെൻറ്റിലാണ്. അവിടുത്തെ സഹായവും എൻ്റെ ജോലിയുടെ സാലറിയും മാത്രമാണ് മുന്നോട്ട് പോകുന്നത്. ഓരോ വർഷവും ജോലിക്ക് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അപ്പോഴെല്ലാം കണ്ണനോട് കരഞ്ഞ് പ്രാർത്ഥിക്കും. അവസാനം കണ്ണൻ കൂടെ നിൽക്കും. എല്ലാ പ്രാവശ്യവും ബുദ്ധിമുട്ട് കൂടുമ്പോൾ നാട്ടിൽ വന്ന് മാതാപിതാക്കൾക്കൊപ്പം വന്ന് നിൽക്കാമെന്ന് വിചാരിക്കും. അച്ഛനും അമ്മയും വാർദ്ധക്യമായിരിക്കുകയാണ്. കൂടാതെ അവരുടെ അസുഖവും നാട്ടിൽ ജോലി കിട്ടാൻ പ്രയാസവുമായതുകൊണ്ട് ഇവിടെ നിൽക്കാമെന്ന് വിചാരിക്കും. എനിക്ക് സഹോദരനും സഹോദരിയും സഹായത്തിനില്ല. എനിക്കെല്ലാം എൻ്റെ കണ്ണൻ തന്നെ. എൻ്റെ അമ്മയ്ക്ക് 4 പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്തു. ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്. എന്നിട്ട് ഇപ്പോൾ അമ്മ പൊക്കമുള്ള സ്ഥലത്തു നിന്ന് വീണു. ചെറിയ ചതവും വേദനയുണ്ടായി, അല്ലാതെ അധികമായിട്ടൊന്നും പറ്റിയില്ല. അതും എൻ്റെ കണ്ണൻ്റെ അനുഗ്രഹം. കത്ത് നീണ്ടുപോയാൽ ക്ഷമിക്കണം. അടുത്ത മാസം ഞങ്ങൾക്ക് അവിടെ വന്ന് കണ്ണനെ കണ്ടു തൊഴാൻ ആഗ്രഹമുണ്ട്. അതും കണ്ണൻ സാധിച്ചു തരുമെന്ന് വിശ്വസിക്കുന്നു. ഈ കത്തെഴുതിയതറിഞ്ഞ് എൻ്റെ അമ്മ പറഞ്ഞു, ചേട്ടനെ അവിടെ വെച്ച് കാണാൻ പറ്റിയാൽ സന്തോഷമെന്ന്. എഴുതിയാൽ നീണ്ടുപോയെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അപ്പം കത്ത് മനോഹരായി. കത്ത് എന്നുള്ളതാണ്, കത്ത് എഴുതാറ് ഒരു വികാരം തന്നെയാണല്ലേ പണ്ടും. അപ്പോൾ ഇതിലെ ആദ്യത്തെ ഒരു വാക്ക് ഞാൻ ശ്രദ്ധിച്ചു. കണ്ണൻ തന്ന കോൺഫിഡൻസും കെയറും ആത്മവിശ്വാസവും സംരക്ഷണവുമാണ് മുന്നോട്ട് നയിക്കുന്നതെന്ന്. ഈ സഹോദരി വായിച്ചാലറിയാം, കുറേ ബുദ്ധിമുട്ടുകളിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എവിടെയൊക്കെയോ കണ്ണനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അതുണ്ടാവും. പ്രാർത്ഥിക്കുക. എപ്പോഴും നാരായണീയം പറ്റുമെങ്കിൽ എഴുതാൻ ശ്രമിക്കുക, പകർത്തി എഴുതാൻ ശ്രമിക്കുക, പഠിക്കാൻ ശ്രമിക്കുക. ഒരു ശക്തി എന്തായാലും നമ്മളെ ഒരു പ്രൊട്ടക്ടറായിട്ട് ഉണ്ട്, ഒരു സംശയമില്ല. നമ്മളതങ്ങോട്ട് ചേർത്ത് പിടിക്കുക. അപ്പം കാര്യങ്ങളൊക്കെ ബാക്കി സ്മൂത്തായിട്ട് നടത്തിക്കോളും. വേറെ എന്താ പറയേണ്ടത്? സന്തോഷമായി. എന്തായാലും വേറെ വിശേഷമൊന്നുമില്ലല്ലേ. അപ്പം കർണാടകയിൽ നിന്ന് വന്ന ഈ ഒരു അനുഭവം, ഇതൊരു സംതിങ് സ്പെഷ്യൽ ഫീലിംഗ്, മനസ്സിലൊരു ഫീല് വന്നു. ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന അനുഭവങ്ങളാണ് ഇങ്ങനെയൊക്കെ അല്ലേ. നമ്മൾ പലപ്പോഴും നിസ്സഹായരായി നിന്ന് പോകും. ബന്ധുക്കൾ വേറൊരു സ്ഥലത്ത്, നമ്മൾ വേറൊരു സ്ഥലത്ത്, നമുക്ക് അവിടേക്ക് എത്തണം, പക്ഷേ എത്തിപ്പെടാൻ പറ്റുന്നില്ല. എന്താ കഥ, ഒന്നും പറയാനില്ല. എല്ലാവരിലേക്ക് എത്തിക്കുക. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരുന്നവർക്ക് വരാം, ജോയിൻ ബട്ടണിലൂടെ വരണം. കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ സമാന പദ്ധതികളും എല്ലാ കാര്യങ്ങളുമായിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നു. വേറെ ഒന്നും പറയാനില്ല.